എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഒരു വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 100-ാം അധ്യായം 1-ാം വാക്യം. സകല ഭൂവാസികളുമായുള്ളവർ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. 2-ാം വാക്യം. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. സകല ഭൂവാസികളുമായുള്ളവർ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. ഇതൊരു ഫെമിലിയർ വേഴ്സാണ്, വാക്യമാണ്. നമ്മൾ ദിവസവും വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന അധ്യായമാണ് 100-ാം സങ്കീർത്തനം. ഇത് കർത്താവ് എന്നാണ് പറഞ്ഞേക്കുന്നത് വെച്ചാൽ സന്തോഷത്തോടെ യഹോവയെ സേവിക്കുവിൻ. എനിക്ക് കർത്താവിൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ദൈവം എന്നെ റിജോയ്സ് ചെയ്യുന്നു. ദൈവം എനിക്ക് സന്തോഷം നൽകിത്തരും. അതെങ്ങനെ? അത് വചനങ്ങളിൽ കൂടി ഞാൻ കണ്ടെത്തുന്നു കർത്താവിനെ. അതേപോലെ സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിക്കണം. എനിക്ക് പറ്റുന്നില്ലായിരുന്നു സന്തോഷത്തോടെ സേവിക്കാൻ പറ്റാത്ത തടസ്സങ്ങൾ. കർത്താവ് അതെല്ലാം വിടുവിക്കുന്നു. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. പാട്ടുകൾ എന്താണ് നമ്മൾ പാടുന്നത്? സംഗീതത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ വേണ്ടി. യേശു അപ്പച്ചൻ വരുമ്പോൾ നമ്മൾ സ്വർഗാരോഹണത്തിൽ കർത്താവ് നമ്മളെ എടുത്തുകൊള്ളപ്പെടുമ്പോൾ കർത്താവ് തരുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും, സൈൻ ആൻഡ് വണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കാൻ നോക്കണം. അതേപോലെ സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. സംഗീതത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരാം. രാത്രിയിലും രാവിലും പകലിലും എല്ലാ നേരവും പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിഫലമാണ്, ഒരു ആൻസറാണ്. കർത്താവ് നമ്മളെ വാലല്ല തലയാക്കും, കീഴല്ല മേലോട്ട് ഉള്ള ഒരു അനുഗ്രഹം. മേലോട്ട് പോകാൻ ജീവിതത്തിൽ കർത്താവിനെ ഓരോ ദിവസവും കർത്താവിന് വേണ്ടി ജീവിക്കുവാനും വചനത്തെ മുറുകെ പിടിക്കുവാനും അതേപോലെ ജീവിക്കുവാനും ഈശോ പക്ഷെ നമുക്ക് കൃപ നൽകി തരുമാറാട്ടെ എന്നാണ് വാക്യം പറയുന്നത്. സങ്കീർത്തനം 100-ാം അധ്യായം 1-ാം വാക്യം. സകല ഭൂവാസികളുമായുള്ളവർ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോട് യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോട് അവൻ്റെ സന്നിധിയിൽ വരുവിൻ. എത്ര നല്ലൊരു വാക്യം. ഈ രാവിലെ ദിവസം കർത്താവിനെ സന്തോഷത്തോടെ ആരാധിക്കാം. ഈ രാവിലെ ദിവസം കർത്താവിന് വേണ്ടി സേവിക്കുവാൻ സന്തോഷത്തോടെ സേവിക്കാൻ പോകാം. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ നാം വരാം. അതിന് ഒത്തിരി മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് നമ്മൾ വായിക്കാം. കർത്താവ് ദൈവം നമ്മളെ അതിൽ കൂടി ഒരു അനുഗ്രഹം തരും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. അടുത്ത വാക്യം യഹോവ തന്നെ ദൈവം എന്നറിയുവിൻ. യഹോവ തന്നെ ദൈവം അറിയണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. സ്നേഹം, സന്തോഷം, സമാധാനം കിട്ടുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൂതിലെല്ലാം നിൽക്കുന്ന അടുത്ത പ്രാവശ്യം പറയാം. ആമീൻ.